ഇന്ന് രാജ്യത്താകെ പണിമുടക്ക് നടന്നു. 25 കോടിയിലധികം പേർ പണിമുടക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നു. പണിമുടക്കുന്നവർ പണിമുടക്കാത്തവരെ ജോലിയെ സമ്മതിക്കുന്നില്ല. ചിലർക്ക് കല്ലേറ് കിട്ടി, അടി കിട്ടി, അങ്ങനെ വലിയ വിഷയങ്ങൾ നടന്നു. റോഡിലിറങ്ങിയ ട്രാൻസ്പോർട്ട് ബസ്സിനെ നശിപ്പിച്ചത് കഥകളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെയൊക്കെ നടക്കുമ്പോഴും IT-കളിൽ, പ്രത്യേകിച്ച് ടെക്നോ പാർക്ക് പോലുള്ള IT-കളിൽ ഇത് സമരം നടന്നോ? 24 മണിക്കൂറും റൗണ്ട് ദ ടേബിൾ അല്ലെങ്കിൽ 7x24 പ്രവർത്തിക്കുന്ന, എപ്പോഴും സൂര്യപ്രകാശവും വെള്ളവും വെളിച്ചവും എല്ലാം, ഞാൻ സൂര്യപ്രകാശം എന്ന് പറഞ്ഞത് കളിയാക്കി പറഞ്ഞല്ല, പ്രകാശവും വെള്ളവും ലൈറ്റും കറണ്ടും പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തുകൊണ്ട് 24 മണിക്കൂറും വിവിധ ഷെഡ്യൂളുകളായി ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ അവിടെ സമരമുണ്ടായോ? അവിടെ ചൂഷണമില്ലയോ? അവിടെ ജോലി സ്ഥിരതയുണ്ടോ? അവിടെ കരാർ ജീവനക്കാരില്ലയോ? അവിടെ മറ്റ് തൊഴിലാളികളില്ലയോ? അവർക്ക് സാമൂഹ്യ വിഷയങ്ങളില്ലയോ? അവരുടെ തൊഴിലൊക്കെ സുരക്ഷിതമാണോ? അവരെ സമരം ചെയ്തോ? അവരെ സമരം ചെയ്യിച്ചിരുന്നെങ്കിൽ 24 മണിക്കൂർ മറ്റുള്ളവരെ ഷട്ട് ഡൗൺ ചെയ്തിട്ടിരിക്കും പോലെ, ഹർത്താൽ നടത്തും പോലെ, ബന്ദ് നടത്തും പോലെ അവിടെ സമരം ചെയ്ത് ടെക്നോ പാർക്കുകളിൽ സമരം ചെയ്തിരുന്നെങ്കിൽ എത്ര കോടിയാവുമായിരുന്നു നഷ്ടം വരുന്നത്? ആ നഷ്ടം വന്നിരുന്നെങ്കിൽ കമ്പനികൾ പലതും കാണുമോ കേരളത്തിൽ? എന്തുകൊണ്ടത് നടക്കുന്നില്ല? അവിടെ സമരം നടത്തണോ വേണ്ടേ എന്നുള്ളതൊക്കെ ട്രേഡ് യൂണിയൻകാർ ആലോചിക്കൂ. നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറയുമ്പോൾ ടെക്നോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ ജോലി, അവർ ഇതിനകത്ത് വരില്ലേ? അവിടെ ഉള്ളവരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണ്ടേ? അവർക്ക് തൊഴിൽ നിയമങ്ങൾ ബാധകമല്ലേ? അവർക്ക് 8 മണിക്കൂർ ജോലി അവർക്ക് ബാധകമല്ലേ? അവർക്ക് PF ബാധകമല്ലേ? ESI ബാധകമല്ലേ? അങ്ങനെ വലിയ ചോദ്യമാണുള്ളത്. അപ്പോൾ ടെക്നോ പാർക്കുകളിൽ, കേരളത്തിലെ ടെക്നോ പാർക്കുകളിൽ വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണലുകൾക്ക് ചൂഷണമായിക്കോട്ടെ എന്നാണോ? അവരെ സംരക്ഷിക്കുന്നത് ആരാണ്? അവരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടി അവരെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും കേരളത്തിലാണ് ഏറ്റവും സജീവമായി സമരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ടെക്നോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ സമരം നടക്കുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് അന്വേഷിക്കുന്നത് ട്രേഡ് യൂണിയൻകാർ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർമാരൊക്കെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുത്തെ തൊഴിലാളികളുടെ ചൂഷണം, അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ചൂഷണം, അവരുടെ തൊഴിൽ സുരക്ഷ, ലക്ഷക്കണക്കിന് ആളുകളെയാണ് അനുദിനം IT സെക്ടറിൽ നിന്ന് പിരിച്ചുവിടുന്നത്. ഒരു പർട്ടിക്കുലർ പ്രായമാകുമ്പോൾ അവരെ കരിമ്പിൻ ചണ്ടി പോലെ പുറത്തു കളയും. അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ സ്ക്യൂസ് ചെയ്തെടുക്കും പോലെ, കരിമ്പിൽ നിന്ന് ജ്യൂസ് എടുക്കുന്ന പോലെ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കും. ആ സമയത്ത് അവർക്ക് നല്ല സൗകര്യങ്ങൾ കൊടുക്കും, വാഹനം കൊടുക്കും, അവർക്ക് നല്ല പണം കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അവർക്ക് പിന്നെ മഹാപുരുഷത്തിനല്ല നിൽക്കാൻ കഴിയില്ല. അപ്പോൾ വയസ്സുകാലത്ത് അവരുടെ ജീവിത സുരക്ഷിതത്വം എങ്ങനെയാണ്? IT ഒക്കെ വന്നിട്ട് ഇപ്പോൾ 10-25 വർഷമൊക്കെ ആവുള്ളൂ. ഇനി ഒരു 10-25 വർഷം കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ IT-യിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം നല്ല വൃദ്ധരാകും, വയസ്സാകും. അപ്പോൾ അവരുടെ ജീവിത സുരക്ഷിതത്വം, സീനിയർ സിറ്റിസൺ ഒക്കെ ആകുമ്പോൾ അവരെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയും കൂടി ചെയ്യുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുക? ഏത് സമൂഹമാണ് അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുക? എന്താണ് അവരുടെ പെൻഷൻ പദ്ധതി? അവരുടെ താല്പര്യങ്ങൾ എന്താണ്? ഇത് ഈ സമരത്തിൻ്റെ ഘടകമാണോ എന്നുള്ളത് കൂടി ചോദിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും IT പാർക്കുകളെ ഒഴിവാക്കിയതാണോ, അവർ സ്വയം ഒഴിവായതാണോ? ഇനി ഒഴിവായതോ വിദേശ കമ്പനികൾ ഇവിടെ നിന്ന് പോകുമെന്ന് പേടിച്ചിട്ടാണോ? ഏതായാലും ജോലിക്കാരുടെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം വളരെ ഗൗരവമായിട്ടുണ്ട്. അത് നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം. തീർച്ചയായും ടെക്നോ പാർക്കുകളിൽ എന്തുകൊണ്ട് സമരമില്ല എന്നുള്ളത്, ഈ പണിമുടക്ക് നടത്തുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. ഞാൻ പണിമുടക്ക് നടത്തണമെന്ന അഭിപ്രായക്കാരനല്ല. എൻ്റെ കൺസേൺ അവിടെയുള്ള തൊഴിലാളികളെയും ജീവനക്കാരെയും മറ്റ് സഹജീവനക്കാരുടെയും എല്ലാവരുടെയും സേവന വേതന വ്യവസ്ഥയും ജോലി സുരക്ഷിതത്വവും ആരുറപ്പാക്കും? അവർക്ക് സെപ്പറേറ്റ് സമരം ചെയ്യാൻ കഴിയുമോ? ട്രേഡ് യൂണിയൻ എന്താണ് ട്രേഡ് യൂണിയൻ ഇതിൽ പറയാനുള്ളതെന്നും പൊതുരാഷ്ട്രീയക്കാർക്കും TP രാമകൃഷ്ണനും ഇടതുപക്ഷ മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും MA ബേബിക്കും അതുപോലെ തന്നെ പിന്നെ ഇതിനുവേണ്ടി വർത്തമാനം പറയുന്ന എല്ലാവർക്കും എന്താണ് പറയുവാനുള്ളതെന്ന് അറിയാൻ കേരള പൊതുസമൂഹത്തിന് വല്ലാതെ കൗതുകമുണ്ട്.